കേട്ടാൽ നടുങ്ങുന്ന കുറ്റകൃത്യങ്ങളാണ് ചേർത്തലയിലെ പള്ളിപ്പുറത്തു നിന്ന് ന്യൂസ് 18 കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവന്നത്. പള്ളിപ്പുറത്തെ ഒരു പുരയിടത്തിൽ പോലീസ് കണ്ടെത്തിയ അസ്ഥികൂടത്തിൽ തുടങ്ങിയ അന്വേഷണം എത്തി നിന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലാണ്. സെബാസ്റ്റ്യന്റെ ക്രൂരകൃത്യങ്ങൾ ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ട്. സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്ന കാണാതായ 4 സ്ത്രീകളെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും വ്യക്തമല്ല. പോലീസ് അന്വേഷിക്കുകയാണ്. പോലീസിന് വഴി കാട്ടുന്നത് ഞങ്ങളുടെ ആലപ്പുഴ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹജൻ കണ്ടെത്തിയ നിഗമനങ്ങളാണ്. പുറത്തുവരുന്നത് അതീവ സൈക്കോ ആയിരുന്നു സെബാസ്റ്റ്യൻ എന്ന വിവരങ്ങളാണ്. കോടീശ്വരനാണെങ്കിലും ബാങ്കിൽ പോകാറുണ്ടായിരുന്നില്ല. ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന കോടികളാണ്. മകനോട് അതിരില്ലാത്ത സ്നേഹവും കരുതലും ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു. ഓരോന്നായി നോക്കാം. ഏത് വഴിയായിരുന്നു ഈ കൊടും ക്രൂരതയുടെ വല സെബാസ്റ്റ്യൻ വിരിച്ചത്? ജി ശ്രീജിത്തും ശരണ്യ സ്നേഹജനും നമുക്കൊപ്പം ചേരും. വിശദാംശങ്ങളുമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു വശത്ത്, അന്വേഷണ സംഘത്തിന്റെ പരിശോധന മറുവശത്ത്. ഒപ്പം ഇയാളുമായി സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നവരുടെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും നടക്കുന്നു. ആരെയെല്ലാമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിരീക്ഷണ വലയത്തിൽ പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളുമായി സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവരങ്ങളാണ് തുടക്കം മുതലേ പുറത്തു വരുന്നത്. ഒറ്റയടിക്ക് തന്നെ കോടികളോളം ബാങ്കിലുണ്ടായിരുന്ന ഒരാളാണ്, അക്കൗണ്ടിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ള വിവരമൊക്കെ ആ ഘട്ടത്തിൽ വന്നിരുന്നു. ഇത് ബെനാമി അക്കൗണ്ട് വഴിയാണ് സെബാസ്റ്റ്യൻ ഇതൊക്കെ ചെലവഴിച്ചിരുന്നത് എന്നുള്ളൊരു നിഗമനങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാവുന്ന കാര്യങ്ങൾ, ബാങ്കിൽ പോകാത്ത ഒരു കോടീശ്വരൻ എന്ന് തന്നെയാണ് സെബാസ്റ്റ്യനെ കുറിച്ച് പറയേണ്ടത്. ഈ 2002 സെബാസ്റ്റ്യനായിട്ടുള്ള അന്വേഷണം തുടങ്ങിയത്. ഈ 2012 ശേഷം സെബാസ്റ്റ്യൻ ബാങ്കിൽ പോയിട്ടില്ല. അതായത് ആദ്യത്തെ 2006 കൊലപാതകത്തിന് ശേഷം സെബാസ്റ്റ്യൻ ബാങ്കിൽ പോയിട്ടില്ല. ബാങ്ക് ഇടപാടുകളും 2012 ശേഷം സെബാസ്റ്റ്യൻ നടത്തിയിട്ടില്ല. കോടികൾ, ലക്ഷങ്ങളുടെ സ്വത്തുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ പണം കൊണ്ടു നടന്നത് ബിഗ് ഷോപ്പറിലാണ്. അതായത് സെബാസ്റ്റ്യന്റെ കയ്യിലെ സഞ്ചിയിൽ എപ്പോഴും പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബിഗ് ഷോപ്പറിൽ പണം കൊണ്ടു നടക്കുന്ന സെബാസ്റ്റ്യൻ അങ്ങനെയാണ് ബ്ലേഡ് ഇടപാടുകളൊക്കെ നടത്തിയിരുന്നത്. ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ ബ്ലേഡ് ഇടപാടുകൾ സെബാസ്റ്റ്യൻ നടത്തുമ്പോൾ റെഡിയായി സെബാസ്റ്റ്യന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. അത് ബിഗ് ഷോപ്പറിൽ സെബാസ്റ്റ്യൻ പണം കൊണ്ടു നടക്കുമായിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കൊടും ക്രൂരനായിട്ടുള്ള, വളരെ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്രിമിനൽ, കൃത്യമായിട്ടുള്ള ഒരു സൈക്കോ. അത് ഏത് തരത്തിലാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ആരിലേക്കൊക്കെ അന്വേഷണം കടക്കുമെന്നുള്ളൊരു ചോദ്യമൊക്കെ നിൽക്കുമ്പോൾ ആണ് ബിഗ് ഷോപ്പറിൽ പണം കൊണ്ടു നടക്കുന്ന 2012 ശേഷം ബാങ്കിൽ പോകാത്ത സെബാസ്റ്റ്യൻ എന്നുള്ള വിവരങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്നത്. ഇനി കൊലപാതകങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഈ അരുംകൊലകൾ നടത്തുക, അതിക്രമങ്ങൾ നടത്തുക, അതിനു പോലും ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളുണ്ട്. ഈ പലപ്പോഴും നമ്മുടെ ചർച്ചകളിലൊക്കെ സൈക്കോളജിസ്റ്റുമാരൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ സൈക്കോ സീരിയൽ കില്ലറുകൾക്കും എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഈ പല ക്രൈമുകളും നടക്കുന്നത് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കുന്നു തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 6 വർഷം കൂടുമ്പോൾ, അതായത് 6 വർഷം കൂടുമ്പോഴാണ് ഈ കേസുകൾ പുറത്തു വരുന്നത്. വളരെ ദുരൂഹമായിട്ടുള്ള കേസുകളാണ് ഇത്. കൃത്യമായ ഇടവേളകളിലാണ് ഈ കേസുകൾ നടക്കുന്നത്. കേസുകൾക്കെല്ലാം ഇടയിൽ 6 വർഷത്തെ ഇടവേളകളുണ്ട്. ഈ ഇടവേളകൾ എന്തിനാണ് സെബാസ്റ്റ്യൻ എടുക്കുന്നത്? ഇത് ഒരു ഇരയെ കണ്ടെത്താൻ, ഇരയെ തന്നിലേക്ക് എത്തിക്കാൻ, വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ, അതിനുശേഷം കൊലപാതകം നടക്കുകയാണെങ്കിൽ കൊലപാതകം നടന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള തെളിവ് നശിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് 6 വർഷത്തെ ഈ കൃത്യമായിട്ടുള്ള ഇത്? വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ? കേസുകൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്നുള്ളത് കൂടി ഇപ്പോൾ തെളിയുന്ന സാഹചര്യത്തിൽ ഈ പാറ്റേൺ ഏത് തരത്തിലായിരിക്കും ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളൊരു കാര്യമുണ്ട്. വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു കുറ്റവാളി, വെറും സൈക്കോ കില്ലർ മാത്രമല്ല സെബാസ്റ്റ്യൻ. നാട്ടുകാർ അമ്മാവൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രായമായ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന സാധുവാണ് എന്ന് സ്വന്തം ഭാര്യ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കുന്ന ഒരാളാണ്. അതിബുദ്ധിമാനായിട്ടുള്ള കുറ്റവാളി. 2 മുഖമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ക്രിമിനൽ, ആളുകളെ സംസാരിച്ചു വീഴ്ത്താൻ കഴിവുള്ള ബിരുദൻ. അങ്ങനെ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി
പെരുമാറാൻ സെബാസ്റ്റ്യന് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്രയേറെ സ്ത്രീകളുടെ വിശ്വാസം അയാൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഇവരുടെ സ്വത്തും അടക്കം വിറ്റ് അത് ഇയാളുടെ പേരിലേക്ക് കൈമാറാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വലിയൊരു വിശ്വാസം ഈ സ്ത്രീകൾ ഇയാളിൽ അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി പെരുമാറാം. ഈ ആളുകളുടെ രീതികൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും. വളരെ ആകർഷകമായ സംസാരിക്കുന്ന, വിശ്വാസ്യത നേടുന്ന രീതിയിൽ പെരുമാറുന്ന ഒരാൾ. അങ്ങനെ നാട്ടുകാർക്കിടയിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അമ്മാവൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അത്രയേറെ സ്വീകാര്യതയുള്ള ഒരു മനുഷ്യൻ. ആ ഒരു മുഖം കൂടി സെബാസ്റ്റ്യന് അവിടെയുണ്ട്. എല്ലാ കൊലപാതകങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്രൂരന്മാർക്കും ഉള്ളതുപോലെയുള്ള ഒരു ദൗർബല്യം സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകന്റെ കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അതീവ വികാരഭരിതനായിട്ടൊക്കെയാണ് സെബാസ്റ്റ്യനെ ഈ അന്വേഷണ സംഘത്തിന് കാണാൻ കഴിഞ്ഞത് എന്ന വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ സെബാസ്റ്റ്യനെയാണ് ഇനി അടുത്ത ചിത്രത്തിൽ കാണുന്നത്. മകനെ ഓർത്തു മാത്രം ഏതെങ്കിലും തരത്തിൽ വലിയ കൊലപാതകങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭാവമില്ലാതെ, ഭാവഹാദികളില്ലാതെ, ഭാവഭേദമില്ലാതെ മാത്രം നടക്കുന്ന സെബാസ്റ്റ്യൻ, കുറ്റബോധമോ അതിൻ്റെ ലാഞ്ചനയോ പോലുമില്ലാത്ത സെബാസ്റ്റ്യൻ. പക്ഷേ മകനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സെബാസ്റ്റ്യൻ വിഷമിതനാകുന്നു. അതിരില്ലാത്ത മകനോടുള്ള സ്നേഹവും കരുതലുമൊക്കെ സെബാസ്റ്റ്യന് മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് അന്വേഷണ സംഘം വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു. എല്ലാ ക്രിമിനലുകളും അവശേഷിപ്പിക്കും ഒരു ലൂപ്പ് ഹോളെങ്കിലും എന്നുള്ളത് ഒരു ചൊല്ലാണ്. അങ്ങനെ അതിബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെബാസ്റ്റ്യനെ ഈ കുടുക്കിയതും ഇങ്ങനെ വർഷങ്ങളോളം വെച്ച വല സെബാസ്റ്റ്യന് തന്നെ കുരുക്കായതും ഈ സെബാസ്റ്റ്യന്റെ അതിബുദ്ധി കൊണ്ടുകൂടിയാണ്. കാണാതായവരൊക്കെ ജീവനോടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നുണ്ടായി. ജൈനമ്മ കേസിലാണ് സെബാസ്റ്റ്യനിലേക്ക് ശക്തമായ അന്വേഷണം കടക്കുന്നത്. ജൈനമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ. അങ്ങനെ അതിനുവേണ്ടി സെബാസ്റ്റ്യൻ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി. ആ വ്യാജ തെളിവുകളാണ് സെബാസ്റ്റ്യന് വലിയ തിരിച്ചടിയായത്. ജൈനമ്മ എന്ന തരത്തിൽ നടത്തിയ വ്യാജ മിസ് കോളുകൾ കുരുക്കായി മാറുകയും ചെയ്തു. പല തവണ അന്വേഷണം സെബാസ്റ്റ്യന്റെ തലയ്ക്ക് മുകളിൽ വരിക, സംശയത്തിന് നിഴലിൽ വരിക, ആരോപണ വിധേയനാക്കുക, അതൊന്നും ഏതെങ്കിലും തരത്തിൽ ഈ ക്രൂരതയുടെ വലയിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാനോ സെബാസ്റ്റ്യന് തോന്നുന്നില്ല എന്നുള്ളതാണ്. കുറ്റവാളി എല്ലാ കാലത്തും കുറ്റവാളിയായി തുടരുകയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിൽ പിന്നെയും വലവിരിക്കുന്ന കൊടും ക്രിമിനലിനെയാണ് കാണുന്നത്. കൂടുതൽ സ്ത്രീകൾക്കായി അയാൾ വീണ്ടും വലവിരിച്ചുകൊണ്ടേയിരുന്നു. ബംഗളൂരുവിലുള്ള ഒരു സ്ത്രീയെയും കൊടുക്കാനുള്ള ശ്രമം അയാൾ നടത്തി. പലരും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. പല സ്ത്രീകളും ഇയാളുടെ ഈ സ്വഭാവം കൊണ്ട് മാത്രം, അതായത് പറമ്പ് വസ്തു വിൽക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് സമീപിച്ച സെബാസ്റ്റ്യന്റെ മോശമായ സ്വഭാവം കൊണ്ട് മാത്രം അകറ്റി നിർത്തിയ സ്ത്രീകളൊക്കെ ഭാഗ്യം കൊണ്ട് ജീവൻ സ്വന്തം കയ്യിൽ ഒതുക്കുകയാണ് ഉണ്ടായത്. ഈ തരത്തിലാണ്, അതായത് വളരെ ചില പ്രത്യേകതകളുണ്ട്. ഒരു പക്ഷേ ഈ പ്രത്യേകതകൾ തന്നെ ആയിരിക്കും ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമോ എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. ജി ശ്രീജിത്തും ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശ്രീജിത്ത് അന്വേഷണ സംഘത്തെ ഒരുപാടാകുമോ എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. ജി ശ്രീജിത്തും ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശ്രീജിത്ത് അന്വേഷണ സംഘത്തെ ഒരുപാട് വലയ്ക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു കുറ്റവാളിക്ക് എവിടെയെങ്കിലും ഒരു തളർച്ച ഉണ്ടാവുക, അത് കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടാക്കുക, ഇതൊന്നുമില്ലാതെ ഈ പിടിക്കപ്പെടുന്ന സമയത്ത് പോലും ഈ കൂടുതൽ സ്ത്രീകളെ വലയിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൊന്നു തള്ളിയോ കുഴിച്ചു മൂടിയോ കത്തിച്ച് നശിപ്പിച്ചോ ഇതുപോലും വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ സെബാസ്റ്റ്യന്റെ ഈ ചില പ്രത്യേകതകൾ അത് ഈ കേസ് അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമായി മാറുകയാണ്. നമ്മൾ ആദ്യം തന്നെ കിടക്കുമ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള സെബാസ്റ്റ്യന്റെ ഇടപെടലുകളാണ് മറ്റുള്ളവരും ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ തോന്നിയിരുന്നത്. ഇത്രയേറെ പണമുണ്ടായിട്ടും 2012 ശേഷം ബാങ്കിൽ പോകാതിരുന്ന സെബാസ്റ്റ്യൻ ചില ബിനാമി അക്കൗണ്ടുകളിലൂടെ പണം ചെലവഴിക്കാൻ ശ്രമമുണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. ഇത് എന്താണ് വ്യക്തമാക്കുന്നത്? ഒരാൾ ഒരു സൈക്കോ ക്രിമിനൽ എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പണമിടപാടുകൾ അതല്ലാതെ മറ്റാൾക്കാരും അയാൾ നടത്തിയിരുന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബാങ്ക് ഇടപാട് പോലും അയാൾ ഒഴിവാക്കി. കൃത്യമായി പ്ലാനോടുകൂടി 2012 മുതൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ കാണേണ്ടത്?
അപർണ പരിപൂർണമായ ഒരു സൈക്കോ, അതിബുദ്ധിമാനായ ഒരു സൈക്കോ, ഒരല്പം അതിബുദ്ധി കൂടിയുള്ള സൈക്കോ. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ മനസ്സിലാക്കുന്ന അന്വേഷണ സംഘം. അത്ഭുതപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ 68-ാം വയസ്സിലാണ് സെബാസ്റ്റ്യൻ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ആ സമയത്താണ് സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതായത് 2002 മുതലുള്ള സെബാസ്റ്റ്യനെ കുറിച്ചുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയിരുന്നത്. ഏപ്രിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ഈ കേസ് വരുന്നത്. അത് മുതൽ സെബാസ്റ്റ്യന്റെ പിന്നാലെ പലരുടെയും പിന്നാലെ പോയി, പക്ഷേ ഏറ്റവും കൂടുതൽ പോയത് സെബാസ്റ്റ്യന്റെ പിന്നാലെയാണ്. അന്ന് മുതൽ സെബാസ്റ്റ്യനെ കുറിച്ചുള്ള പരിപൂർണമായ വിവരങ്ങൾ എടുക്കുകയായിരുന്നു. അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ഇടപാടുകളിൽ ബാങ്ക് ഒരു വലിയ വിലങ്ങുതടിയാകുന്നു എന്ന് സെബാസ്റ്റ്യൻ തിരിച്ചറിയുന്നത്. അങ്ങനെ 2012 മുതൽ ബാങ്ക് ഇടപാടുകൾ സെബാസ്റ്റ്യൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും വസ്തുക്കച്ചവടമാണ് ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യന്റെ ഒരു പ്രധാന വിനോദമായി, അല്ലെങ്കിൽ പ്രധാന ഒരു വരുമാന മാർഗമായി സെബാസ്റ്റ്യൻ കണ്ടിരുന്നത്. വസ്തുക്കച്ചവടം എന്ന് പറയുമ്പോൾ ആളുകളെ കൊന്നു തള്ളി ആ വസ്തു ശേഖരിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ, അവരുടെ സ്വത്ത് തട്ടിയെടുക്കുക പോലുള്ള പരിപാടികൾ. അതിൽ 2012 മുതൽ സെബാസ്റ്റ്യൻ അതിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചത് ബിഗ് ഷോപ്പറിലാണ്. സെബാസ്റ്റ്യനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, സെബാസ്റ്റ്യൻ പോകുമ്പോൾ എപ്പോഴും കയ്യിൽ ഒരു ബിഗ് ഷോപ്പറുമായി നടക്കുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അതായത് ഈ ഇത്തരം പണങ്ങൾ, കാര്യമായി ഉണ്ടാക്കുന്ന പണങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഈ നിലയിലാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അപർണ നേരത്തെ ചോദിച്ച ഒരു സംശയം, സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്യുമോ, ഇതിൽ ബിനാമികളുണ്ടോ, ബിനാമികൾ വഴി ബാങ്ക് ഇടപാടുകളുണ്ടോ എന്ന്. എന്തായാലും കോട്ടയം ക്രൈംബ്രാഞ്ച് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച പരിപൂർണമായ അന്വേഷണത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കേസിൽ അങ്ങനെ ആരുമില്ല. അതായത് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് കൃത്യം ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോഴും അവരുടെ ഒരു നിഗമനമുള്ളത്. ഇതുവരെ അത് സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതി ഉണ്ട് എന്നുള്ള വിവരം അവർ പുറത്തു വിട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഞെട്ടിക്കുന്നതാണ് അപർണ. ഇതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഈ ആരോട് സംസാരിച്ചാലും, ഇപ്പോൾ അപർണയോട് സംസാരിച്ചാൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് സെബാസ്റ്റ്യൻ സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കിയെടുക്കും. അപർണയുടെ സ്വഭാവം എന്താണ്, അപർണയുടെ ഇഷ്ടങ്ങൾ എന്താണ്, രീതികൾ എന്താണ്, അപർണയോട് എന്ത് സംസാരിച്ചാലാണ് അപർണയെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുക, വിശ്വസനീയമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കൊലയാളി. അത്രയും ബുദ്ധിമാനായ ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെയും കുടുങ്ങിപ്പോകുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ 7 ദിവസമായി ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പല ഘട്ടത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും അവസാന നിമിഷം പറയുമെന്ന് കരുതും, ഇപ്പോൾ വിവരം ലഭിക്കുമെന്ന് കരുതുന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇനി ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനെ പോയി കഴിഞ്ഞാൽ അവിടെ തെളിവെടുപ്പ് ദിവസം, അവിടെ ഈ കുഴിച്ച ദിവസം ഷൗക്കത്ത് അലി, അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഏതാണ്ട് 3 മണിക്കൂറോളം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. ഒരുപാട് അന്വേഷണ കേസുകൾ തെളിയിച്ചിട്ടുള്ള വിദഗ്ധനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുമ്പോഴും ഏറ്റവും അവസാന നിമിഷം. അങ്ങനെ സെബാസ്റ്റ്യനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആകെ വൈകാരികമായി സെബാസ്റ്റ്യൻ പെരുമാറുന്നത് കുട്ടിയെക്കുറിച്ചാണ്. കുട്ടിയെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം, സെബാസ്റ്റ്യൻ വളരെ വൈകി വിവാഹം കഴിക്കുന്ന ആളാണ്. മകന് ഇപ്പോൾ 10 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 58-ാം വയസ്സിലാണ് സെബാസ്റ്റ്യന് കുട്ടിയുണ്ടാകുന്നത്. ഈ കുട്ടി ഉണ്ടായ ശേഷം പക്ഷേ കുട്ടിക്ക് സംസാരശേഷി ഒരല്പം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പിന്നീട്, അതായത് ഈ കുട്ടി ഉണ്ടാകാൻ വേണ്ടി തന്നെ പല ചികിത്സകളും മറ്റും നടത്തിയിരുന്നു. അങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത് വിവാഹശേഷം. ഏതാണ്ട് 2008-ലാണ് വിവാഹം നടക്കുന്നത്. അതിനുശേഷം അത്ര കാലം കാത്തിരിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, പക്ഷെ കുട്ടിക്ക് സംസാരശേഷിയില്ല. ആ കുട്ടിയെ ഓർത്ത് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ സെബാസ്റ്റ്യൻ ആകെ തകർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള സെബാസ്റ്റ്യനെ, അതായത് എപ്പോഴും കോൺഫിഡൻസോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിങ്ങൾക്കൊരു ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സെബാസ്റ്റ്യൻ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം വൈകാരികമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. മറ്റൊന്ന്, വളരെ നിർണായകമായ വിവരം ഇതാണ്, ഈ കേസുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഇടപെട്ട കേസുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, സെബാസ്റ്റ്യൻ ആളുകളെ കണ്ടെത്തിയിരുന്ന രീതി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ്. സെബാസ്റ്റ്യനും അവിടെ പോകുന്നുണ്ട്. അത് ചേർത്തലയിലും കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെയുള്ള ആളുകളെ കണ്ടുപിടിച്ചാണ് സെബാസ്റ്റ്യൻ ഇരകളെ കണ്ടെത്തിയിരുന്നത്. അത് നിരാലംബരായ മനുഷ്യരായിരിക്കും ഇരകൾ. അത് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. ശരണ്യ ഉൾപ്പെടെ ചെയ്ത ചില പ്രതികരണങ്ങൾ അതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടെത്തുന്ന ആളുകളെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിഗമനം. അതായത് തനിക്ക് എല്ലാവരെയും കൊലപ്പെടുത്തുക എന്നുള്ളതല്ല, കൃത്യമായ ഇടവേളകളിൽ ഈ 4 കേസും തമ്മിൽ അങ്ങനെ ഒരു ഇടവേളയുണ്ട്. 2006 കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് 2012-ലാണ്, പിന്നെ 2018-ലാണ്, പിന്നെ 2024-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് അന്വേഷണ സംഘം
ഒരു നിഗമനത്തിലെത്തുന്നത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണമായി അത് വാനിഷ് ചെയ്യുക, അത് ഇല്ലാതാക്കുക, തെളിവുകൾ അടക്കം എന്നുള്ള അങ്ങനെ ഒരു ഇടവേള എടുത്താണ് സെബാസ്റ്റ്യൻ ഓരോ കൃത്യങ്ങളും ചെയ്തിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. മറ്റൊന്ന്, ബുദ്ധിമാനാണ് എന്ന് പറയുമ്പോൾ ചില അതിബുദ്ധി സെബാസ്റ്റ്യനെ കുടുക്കി എന്നുള്ളതാണ്. അതായത് ഈ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ഇന്നലെ ശരണ്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതും ഇയാൾ ബിന്ദു പിന്നെയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ജൈനമ്മ കേസിൽ എത്തുമ്പോഴും ഇയാൾ ഈ ജൈനമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചതാണ് സെബാസ്റ്റ്യനെ കുടുക്കിയത്. സെബാസ്റ്റ്യൻ ഒരുപാട് ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്, പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കുടുങ്ങിയത് ഈ CCTV ഉള്ള കാലത്ത് ജൈനമ്മയുടെ ഫോൺ കൊണ്ടുപോയി ഒരു ഫോൺ കടയിൽ കൊണ്ടുപോയി അത് റീചാർജ് ചെയ്യാൻ ഒരു തുണിയിൽ പൊതിഞ്ഞ ഫോൺ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വളരെ ഞെട്ടലോടെ കണ്ടത്. മാത്രവുമല്ല, സെബാസ്റ്റ്യനെ ഈ ജൈനമ്മയുടെ ഫോൺ കോൾ വന്ന മേലുകാവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നടത്തിയ CCTV പരിശോധനയിൽ അവിടെയും സെബാസ്റ്റ്യന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം ഞെട്ടിക്കുന്ന ഒരുപാട് ബുദ്ധിമാനായ ഒരു ക്രിമിനൽ എന്ന നിലയിൽ സെബാസ്റ്റ്യനെ കാണുമ്പോഴും ഇത്തരം അതിബുദ്ധികൾ സെബാസ്റ്റ്യൻ കാണിച്ചു. ആ അതിബുദ്ധിയാണ് ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യനെ കുടുക്കിയിരിക്കുന്നത്. റൈറ്റ്, തീർച്ചയായിട്ടും ശ്രീജിത്ത്, ഞാൻ വരാം. ഇപ്പോൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, നേരത്തെയും നമ്മൾ ആ ചർച്ചകൾ പറഞ്ഞു വരുന്ന കാര്യം, ഒരു തികഞ്ഞ സൈക്കോ കില്ലർ, ഇത്രയേറെ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു സൈക്കോ കില്ലർ, ഇതുവരെ നടത്തിയ അന്വേഷണ സംഘം ഏതായാലും മറ്റേതെങ്കിലും ഒരു പ്രതി അല്ലെങ്കിൽ മറ്റാരെങ്കിലും സെബാസ്റ്റ്യനെ സഹായിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു പ്രതി കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള നിഗമനങ്ങളും സൂചനകളും ഒന്നും ശ്രീജിത്ത്, ഞാൻ വരാം. ഇപ്പോൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, നേരത്തെയും നമ്മൾ ആ ചർച്ചകൾ പറഞ്ഞു വരുന്ന കാര്യം, ഒരു തികഞ്ഞ സൈക്കോ കില്ലർ, ഇത്രയേറെ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു സൈക്കോ കില്ലർ, ഇതുവരെ നടത്തിയ അന്വേഷണ സംഘം ഏതായാലും മറ്റേതെങ്കിലും ഒരു പ്രതി അല്ലെങ്കിൽ മറ്റാരെങ്കിലും സെബാസ്റ്റ്യനെ സഹായിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു പ്രതി കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള നിഗമനങ്ങളും സൂചനകളും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ നമുക്കിനി കാണാനും വയ്യ. അങ്ങനെ വരികയാണെങ്കിൽ വരട്ടെ. പക്ഷേ ഇതുവരെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോ സീരിയൽ കില്ലർ എന്ന് തന്നെയാണ്. പല പല പാറ്റേണുകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഓരോരോ പാറ്റേണായിട്ട് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് വലിയ പണമിടപാട് നടക്കുന്ന ഒരു കാര്യം. ഈ സ്ത്രീകളെ വലയിലാക്കിയതിനു ശേഷം കോടികളുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്ന സെബാസ്റ്റ്യൻ ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം, ആദ്യത്തെ കേസിന് ശേഷം 2012 ശേഷം സെബാസ്റ്റ്യൻ ബാങ്കിൽ പോകുന്നില്ല. ബാങ്ക് ഇടപാട് പരിപൂർണമായിട്ടും ഒഴിവാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിലും ഈ ബിഗ് ഷോപ്പറിൽ ഇത്രയും വലിയ എമൗണ്ട് പണം കൊണ്ടു നടക്കുക, എല്ലാ സമയത്തും ബിഗ് ഷോപ്പറിൽ പണം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് ഏത് തരത്തിലാണ് കാണേണ്ടത്? ഒരു സൈക്കോ സീരിയൽ കില്ലർ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ പണമിടപാടുകൾ അയാൾ നടത്തുന്നുണ്ട്, ബ്ലേഡ് ഇടപാടുകൾ കൂടിയുണ്ട്. അതിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ്. അല്ല, അത് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ തന്നെ ഇദ്ദേഹത്തിന് കുറ്റവാളികൾ ഉണ്ടായിരിക്കാമോ എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്തത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, നമ്മൾ സീരിയൽ കില്ലർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ 2-3 കൊലപാതകങ്ങൾ കുറഞ്ഞത് ഒരു മാസത്തെ ഗ്യാപ്പിനിടയിൽ ചെയ്യുന്നവരെയാണ് പൊതുവായുള്ള ഒരു നിർവചനം. ഇത്തരത്തിലുള്ളവർ സാധാരണ കൂടെ ഒരാളെയും കൂടി കൂട്ടാനുള്ള സാധ്യത കുറവാണ്. പല കാരണങ്ങൾ കൊണ്ടാണത്. ഇതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇത്രയും വളരെ കൃത്യമായ ഒരു സ്വഭാവ വൈകല്യമുള്ള, ഈ സ്വഭാവ വൈകല്യം എന്ന് പറയുമ്പോൾ അത് മാനസിക രോഗം മാത്രമാണെന്ന് വിചാരിക്കേണ്ട, മറ്റു തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുണ്ട്. ഇത്തരം 2 സ്വഭാവ വൈകല്യമുള്ളവർ കൂടിച്ചേർന്നിരുന്ന് പദ്ധതിയിട്ട് പ്ലാൻ ചെയ്യുന്ന കൊലപാതകങ്ങൾ ഇല്ലെന്നല്ല, അത് അപൂർവമാണ്. പക്ഷേ ഇവരുടെ ഒരു പ്രധാന സ്വഭാവം എന്ന് പറയുന്നത്, ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല എന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം ഇവർക്കുണ്ട്. പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഇവർ ചെയ്തിരിക്കും. ഇനി അഥവാ പിടിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നാൽ ഇവർ തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ അപ്പുറം രണ്ടാമത് കൂടെയുള്ള ഒരാൾക്ക് സംഭവിക്കുന്നത്, ഇതിൽ എല്ലായിടത്തും ഇത്തരം 2 പേർ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ ഒരാൾ തീർച്ചയായിട്ടും ഒരു ഡോമിനൻ്റായ കുറച്ച് ആധിപത്യ സ്വഭാവമുള്ള ആളും രണ്ടാമത് കുറച്ച് ആധിപത്യ സ്വഭാവം കുറഞ്ഞ ആളുമായിരിക്കും. ഈ ആധിപത്യ സ്വഭാവം കുറഞ്ഞ ആളിനെ ഇയാൾ കൊന്നിരിക്കും, ഇയാൾ ഇല്ലാതാക്കിയിരിക്കും. അത് ഇവരുടെ ഒരു സ്വഭാവ രീതിയാണ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 12-ന് ശേഷമുള്ള ബാങ്ക് ഇടപാടുകൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ 12 ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞതുപോലെ, ഈ 51 വയസ്സ് തൊട്ട് 51 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു പുലർ വെളിച്ചത്തിൽ ഞാനങ്ങ് സൈക്കോ കില്ലർ ആയേക്കാം എങ്ങനെ അല്ല ഒരു കില്ലർ ഉണ്ടാകുന്നത്, ഒരു സീരിയൽ കില്ലർ ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ
പ്രശ്നങ്ങളെക്കുറിച്ച് സ്കൂളിൽ പഠിച്ച കാലം തൊട്ട് തന്നെയുള്ള അക്കൗണ്ടുകൾ നമുക്ക് ഇതിനകം ലഭ്യമാണ്. എന്താണ് അയാൾ ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു കേസ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്തുള്ള ഒരാൾ സൂചിപ്പിച്ചിരുന്നത്, ഒരു വീട്ടിൽ ഇദ്ദേഹം ഡ്രൈവറായി പോയിരുന്ന സ്ഥലത്ത് ഒരു വ്യക്തിയുടെ ആത്മഹത്യയാണ്. ആ ആത്മഹത്യയൊന്നും യഥാർത്ഥത്തിലെ ആത്മഹത്യയാണ് എന്ന് ഇനിയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. അതിലും ഒരു കൊലപാതകത്തിൻ്റെ സാധ്യത അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ഈ 6 വർഷത്തെ ഒരു 12 എനിക്ക് തോന്നുന്നത് 2012 ശേഷമായിരിക്കും ബാങ്കുകളിൽ ഇത്തരം പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയത്. അതിൻ്റെ ഭാഗമായിരിക്കും. എന്നാലും അതിൽ നമ്മൾ അന്വേഷിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമുക്കൊരു നോട്ട് നിരോധനം വരികയുണ്ട്. നോട്ട് നിരോധനം വരുന്നതിന് മുമ്പൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ പണം ഇത്തരത്തിൽ സംഭരിച്ച് വെച്ചിരുന്നവരൊക്കെ വലിയ നോട്ടുകൾ 2000 രൂപയുടെയൊക്കെ നോട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെയാണ് അത് മാറിയത്. അപ്പോൾ ആ നോട്ടുകൾ ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും? ആ അന്നത്തെ കാലത്ത് ഈ പണം യഥാർത്ഥത്തിൽ കമ്മീഷൻ വാങ്ങിക്കൊണ്ട് മാറ്റിക്കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാക്കിയ പണം വളരെ കൃത്യമായി ഇദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംവിധാനത്തിലേക്ക്, അതിപ്പോൾ ഹവാല ഉൾപ്പെടെ ആവാം, അല്ലെങ്കിൽ ഈ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന രീതിയാവാം. പക്ഷെ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഓട്ടോറിക്ഷയിലാണ് ഒരു ചാക്ക് പണം കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഈ വാഹന പരിശോധനയുടെ പുറത്ത് ധാരാളം പരാതികളും പഴി കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു AI ക്യാമറകൾ വന്നതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതവർ ചെയ്യുന്നില്ല. പല കാരണങ്ങളുമുണ്ട്. പോലീസ് സേനയിലെ അംഗങ്ങളുടെ കുറവ് തൊട്ട് വളരെ വ്യാപകമായ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസിൻ്റെ പരിശോധനകളെല്ലാം 100% ഫുൾ പ്രൂഫ് ആണെന്നും അവരെല്ലാം കൃത്യമായി ചെയ്യുന്നു എന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വളരെയധികം ഊതിപ്പെരിപ്പിക്കുന്ന ഒരു പ്രവണത പല കോണുകളിൽ നിന്നും ഉണ്ടാവാറ്. അപ്പം അത്തരത്തിലുള്ള റുട്ടീനായ വാഹന പരിശോധനകൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് ക്രൈം പ്രിവെൻഷനിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. റുട്ടീനായ വാഹന പരിശോധനകൾ പലപ്പോഴും സംഘടിത കുറ്റകൃത്യത്തിന് പോകുന്നവരെയൊക്കെ തന്നെ ഈ പരിശോധനയിലൂടെ നമുക്ക് തൂക്കാൻ സാധിക്കാറുണ്ട്. ഇദ്ദേഹം ഇത്രത്തോളം പണം ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു അസാധാരണമായ സാഹചര്യവും തോന്നി ഒരൊറ്റ പോലീസിന്റെ പരിശോധനയ്ക്കോ ഒരൊറ്റ ചെക്കിങ്ങിനോ പോലും ഇദ്ദേഹം വിധേയനായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളുടെ ഒരു കുറവ് തന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊന്നും പോരാ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ക്രമസമാധാനം നടത്തേണ്ടത് എന്നുള്ളത് തന്നെ. അത് സംവിധാനങ്ങളുടെ ഇപ്പോൾ 12 തൊട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത് ഭരിച്ചിരുന്ന ഒരു കക്ഷിയുടെ മറ്റൊരു കക്ഷിയുടെ ഒരു വീഴ്ചയാണെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവായ നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും കൂടെ വീഴ്ചയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ മറ്റു സ്വഭാവങ്ങൾ, അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയാണെന്നാണ് നമുക്ക് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരാളുമായിട്ടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായേക്കാം. അത് ഇത്തരം ചില സീരിയൽ കില്ലറുകളുടെ സ്വഭാവമൊക്കെ പറഞ്ഞാൽ മനുഷ്യരെ കൊന്ന് ആസിഡിൽ തള്ളുന്നവർ, മൃഗീയമായി പീഡിപ്പിക്കുന്നവർ, മൃഗീയമായ ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുന്നവർ, ഇവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പൂച്ചയോടും പട്ടിയോടും ഒക്കെ ഇവർക്ക് വളരെ സ്നേഹമായിരിക്കും. പൂച്ചയോടും പട്ടിയോടും ഒക്കെയുള്ള ഇവരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ അന്തം വിട്ടുപോകും. ഇതൊക്കെയാണോ ഇവർ ചെയ്തത്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ പൂച്ചയോടും പട്ടിയോടും വരെ അതിക്രൂരമായ പെരുമാറ്റം കാണിക്കുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു വൾണറബിൾ പോയിന്റ് ഉണ്ടാവും. യഥാർത്ഥത്തിൽ അന്വേഷണത്തിലേക്ക് എത്തുന്നത് ഈ വൾണറബിൾ പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ തന്നെ നാം ഒന്ന് അന്വേഷിച്ച് നോക്കൂ. നമ്മൾ ഈ കേസിൻ്റെ ഉൾപ്പെടെ CCTVകളെ പിന്തുടർന്ന, ഇപ്പോൾ CCTV പിന്തുടർന്ന ഒരു ശാസ്ത്രീയ മാർഗം തന്നെയാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നവീന കാലത്ത് കുറ്റാന്വേഷണത്തിൽ അത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ പോലും ആ ഒരു ലൂപ്പ് ഹോൾ ഇല്ലായിരുന്നുവെങ്കിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു ചെയ്തികളുടെ പുറകെ പോയി നമുക്കറിയാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്ന സാമൂഹികമായി നമുക്ക് ചുറ്റുപാട് നടക്കുന്നത് എന്താണ് എന്ന് നാം അറിയുന്നതിൽ നാം പരാജയപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹം പരാജയപ്പെടുകയാണ്. ഇത് സെബാസ്റ്റ്യനെ പോലെയുള്ളവർക്ക് വിഹരിക്കാനുള്ള ഒരു അവസരം. ശരി ഡോക്ടർ മോഹൻ, ഇതിൽ ശരി ഒരു വശത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയം, അത് ഈ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ. ഈ 6 വർഷം കൂടുമ്പോഴുള്ള ഇടവേള, നമ്മൾ പല ഇത്തരം ചില സൈക്കോ സിനിമകളൊക്കെ കാണുമ്പോൾ ഇത്തരം കഥകളൊക്കെ അങ്ങനെയാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടാകുമെന്നുള്ളത് ഇതൊരു സിനിമാറ്റിക് നിരീക്ഷണങ്ങൾ മാത്രമല്ല എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഈ 6 വർഷം കൂടുമ്പോൾ ഒരു എങ്ങനെയാണ് ഈ കൃത്യമായ ഇടവേളകൾ വരുന്നത്? അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണോ, അതോ അതിനൊരു പാറ്റേൺ ഉണ്ടോ? ഒരാളെ കണ്ടെത്തി അയാളെ വലയിലാക്കി അല്ലെങ്കിൽ കൊന്നു തള്ളിയതിനു ശേഷം ഈ തെളിവുകൾ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ എന്തായിരിക്കും ഈ 6 വർഷം എന്നുള്ളൊരു ഇടവേള എങ്ങനെ നോക്കി കാണണം? അല്ല, പിന്നെ നമ്മൾ ഈ 6 വർഷത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമായിരുന്നോ, അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ദിവസമാണോ, ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളാണോ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയാം, ഈ 6 വർഷം എന്ന് പറയുന്നത് 12-ന് ശേഷം തുടങ്ങിയ 6 വർഷങ്ങളല്ല. അതിന് മുമ്പും ഇത് ഉണ്ടായിരിക്കും. 51 വയസ്സിൽ പൊട്ടിമുളയ്ക്കുന്ന ഒരാളല്ല ഇയാൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 6 വർഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെളിവ് പൂർണ്ണമായി നശിപ്പിക്കാൻ ശാസ്ത്രീയമായി 6 വർഷം എടുക്കുമെന്നുള്ളതിൻ്റെ
അങ്ങനെ ഒരു കുറ്റാന്വേഷണ പാറ്റേണിലുമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനോടോ ഇദ്ദേഹത്തിൻ്റെ നിർഭാഗ്യവാന്മാരായ ഇരകളുടെയോ ഒരു പ്രത്യേക ദിവസം വല്ലതും അവരെ സെലക്ട് ചെയ്ത് അവരെ കൊണ്ടുവരുന്നത്, അവരെ വശീകരിക്കുന്നത് ഒരു പ്രത്യേക ദിവസം വല്ലതും ആയിരിക്കും. അതിനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ 3 അല്ല, 3ന്റെ പുറകിൽ മറ്റു പലതും ഉണ്ടാകാം. ഇതിൽ കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടാവാം. അത് തീർച്ചയാണ്. 2012 അന്വേഷിക്കുകയാണെങ്കിൽ 2006 അന്വേഷിക്കേണ്ടി വരും, 2000 അന്വേഷിക്കേണ്ടി വരും. 68 വയസ്സുള്ള ഒരാൾ കഴിഞ്ഞ ഒരു 10, 12, 18 വർഷമായി മാത്രമല്ല ഇത് ചെയ്തതെന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാൻ തന്നെ സാധിക്കും. ഇത്തരം വൾണറബിൾ ആൾക്കാരെ ഇയാൾ ഇത്ര കൃത്യതയോടുകൂടി കണ്ടെത്തുന്നുണ്ടെങ്കിൽ, കൃത്യമായി കൊന്ന് തെളിവ് നശിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ 3 അല്ല, അതിൽ കൂടുതലുണ്ടാകും. അപ്പോൾ അതോടൊപ്പം